Punarjani Hospital, Aksharaveedi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharaveedi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959. Good afternoon. Welcome to Life Beats. Life Beats like everyone swagatham. Life Beats in the innate episode നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് എവറിത്തിങ് അബൌട്ട് പ്രഗ്നൻസി. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസോ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ പോകുന്ന വുമൻസോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയിരിക്കുന്ന ആരാണെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ വിളിക്കാം. എന്നിട്ട് നമ്മുടെ ഡോക്ടറോട് ചോദിക്കാം. ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് ട്രിവാൻഡ്രം പേട്ട അക്ഷരവീതി ലെയിനിലുള്ള പുനർജിനി ഹോസ്പിറ്റലിലെ MD-യും Chief Gynecologist-മായ Dr. Sweetie ആണ്. Let's welcome her. Hello, doctor. Hi. So, today the topic we have taken is pregnancy. എനിക്ക് ഒരു evergreen topic ആണല്ലേ? എപ്പോഴും എല്ലാവർക്കും എത്രാമത്തെ ഡെലിവറി ആണെങ്കിലും doubts everybody people have, right? സംശയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. So today's topic we have dedicated to the viewers. അല്ലെ എന്ത് ഡൗട്ടും pregnant women എന്ത് ഡൗട്ട്സ് ആണെങ്കിലും please call and the doctor is all ears for this 1 hour. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഒരിക്കലും തീരാത്ത സംശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. So one day I thought നമുക്ക് വന്നിട്ട് let's dedicate to pregnancy doubts. Okay. So ആർക്കൊക്കെ ചോദിക്കണമെങ്കിലും ചോദിക്കാം. Then usually ഉണ്ടാകുന്ന കുറെ ഡൗട്ട്സ് കോമൺ ഡൗട്ട്സ് അതില് യൂഷ്വലി ഫസ്റ്റ് എല്ലാവർക്കും അറിയേണ്ടത് ഇപ്പൊ പ്രഗ്നന്റ് ഇപ്പൊ ആയോ ഇല്ലേ എന്നുള്ളത് ഇപ്പൊ എല്ലാരും വന്നിട്ട് അവരുടെ വീട്ടിൽ തന്നെ പണ്ടത്തെ പോലെ ഹോസ്പിറ്റലിൽ പോയി നോക്കേണ്ട കാര്യമില്ല. വീട്ടിൽ തന്നെ കാർഡ് ടെസ്റ്റ് വെച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പൊ അതിൽ തന്നെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ദാറ്റ് ഈസ് ആ ഒരു രണ്ട് വര വരണം. സോ 2 ലൈൻസ് ഉണ്ടാണ്. അപ്പൊ ആ 2 ലൈനില് ഒരെണ്ണം വളരെ വീക്ക് ആയിട്ടുള്ള ലൈൻ ആണെങ്കിൽ അപ്പൊ അതില് പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ, അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് വന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം അതിനെ നമ്മൾ ആക്ച്വലി വീക്ക് പോസിറ്റീവ് എന്ന് പറയും. സോ ഒന്നീ വളരെ ഏർലി ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്താണോ അല്ലെങ്കിൽ ഹോർമോണിന്റെ എന്തെങ്കിലും വളരെ കുറവ് ഉണ്ടോ എന്നുള്ളത് ആക്ച്വലി ഡോക്ടർ തന്നെ നോക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഗ്രോത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ ഗ്രോത്ത് ലേറ്റ് ആയിട്ടാണോ പ്രഗ്നൻസി ഉണ്ടായത് എന്ന് അറിയാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. സോ അപ്പൊ പിന്നെ വന്നിട്ട് നമ്മൾ ബ്ലഡ് തന്നെ നോക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു സംശയം ആദ്യമേ വരാം. സെക്കൻഡ് തിങ്, ഈ ഡോക്ടറെ എപ്പോൾ കാണിക്കണം പ്രഗ്നന്റ് ആയാൽ എന്നൊരു സംശയമുണ്ട്. ഡോക്ടറെ വന്നിട്ട് പലരുടെയും വിചാരം എങ്ങനെ വെച്ചാൽ 2-3 മാസമായിട്ട് കാണിച്ചാൽ മതി എന്നുള്ളതൊരു റൂട്ടീനായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തിനാ ഇപ്പോഴേ കാണിക്കുന്നത്? 2-3 മാസം ആവുമ്പോഴത്തേക്കാണ് ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് ചില വീടുകളിൽ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് യു ക്യാൻ ഡു. അതായത് 2-3 മാസം കഴിഞ്ഞ് കാണിക്കാന്ന് പറഞ്ഞാൽ കാര്യം എന്ന് വെച്ചാൽ അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എനിക്ക് പറയാനുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പ്രഗ്നന്റ് ആയി പോസിറ്റീവ് നിങ്ങൾ കണ്ടു, ഓക്കെ, അതിൽ പോസിറ്റീവ്. ആ പോസിറ്റീവ് ആവുന്ന എല്ലാ പ്രഗ്നൻസിയും തീർച്ചയായിട്ടും ഗർഭപാത്രത്തിനകത്ത് തന്നെ ആകണം എന്നില്ല. ഇപ്പൊ വന്നിട്ട് അത് ട്യൂബിലാണ് പ്രഗ്നന്റ് ആയിരിക്കണമെങ്കിലും ഈ കാർഡിനകത്ത് അത് പോസിറ്റീവ് തന്നെ കാണിക്കും. അതേ ഇത് ഗർഭപാത്രത്തിനകത്താണ് കുഞ്ഞ് വളർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും പോസിറ്റീവ് എന്ന് കാണിക്കും. സോ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിനകത്ത് വളരുകയാണെങ്കിൽ നോ പ്രോബ്ലം, അത് ആസ് യൂഷ്വൽ വളർന്നു പോവും. അങ്ങനെയാണെങ്കിൽ ഈ 3 മാസം കഴിഞ്ഞ് കാണിക്കാന്ന് പറഞ്ഞ കുട്ടി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും. മറിച്ച് ഞാൻ പല അനുഭവങ്ങള് എനിക്ക് പല പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളതിൽ എനിക്ക് ഒരു സിവിയർ കേസ് വിച്ച് ഐ കെയിം ത്രൂ. ഞാൻ മെഡിക്കൽ കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ വാട്ട് ഹാപ്പൻ വാസ്
ആ കുട്ടിയെ ഇതേപോലെ 3 മാസം കഴിഞ്ഞ് കാണിച്ചാൽ മതി. അപ്പൊ ഈ 1.5 മാസം ആയപ്പോ തൊട്ട് പ്രഗ്നൻസി പോസിറ്റീവ് മനസ്സിലായി. ഒരു 1.5 മാസം തൊട്ടേ റൈറ്റ് സൈഡിൽ ഒരു പെയിൻ ഉണ്ടായിക്കൊണ്ടേയിരുന്നിരിക്കണം. അപ്പൊ അത് ഉടനെ വീട്ടിലെല്ലാരും വന്നിട്ട് ഇങ്ങനെ അങ്ങനെയല്ല, ഈ പ്രഗ്നൻസി സമയത്ത് യൂഷ്വലി ഇങ്ങനെ ചെറിയ വേദനയൊക്കെ വരും, അങ്ങനെ. സോ 2 മാസമായി 2.5 മാസമായി അവർ ഡോക്ടറെ കാണിച്ചിട്ടേ ഇല്ല. ഒരു ചെക്കപ്പോ ഒരു സ്കാനോ ഒന്നും ചെയ്തിട്ടില്ല. അവസാനം ആ കുട്ടിയെ ഞങ്ങളുടെ ഗൈന കാഷ്വാലിറ്റിയിൽ അർദ്ധരാത്രി കൊണ്ടുവന്നത് കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയിട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ അത് ട്യൂബിലായിരുന്നു ആ പ്രഗ്നൻസി. അപ്പോ അത് ഡോക്ടറെ കാണിക്കാത്തതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിന് മുമ്പേ ചെയ്തതിന്. അപ്പൊ അത് ട്യൂബ് ബേസ്റ്റ് ചെയ്തു, ട്യൂബ് പൊട്ടിയിട്ട് കംപ്ലീറ്റ് ഒരു 3 ലിറ്റർ ബ്ലഡ് വയറ്റിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി ആ കുട്ടി പോയിട്ട് പിന്നെ അവസാനം ഓൾമോസ്റ്റ് ഇറ്റ് വാസ് എ വെരി ബാഡ്. ഇത് കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. പിന്നെ 8 ബോട്ടിൽ എങ്ങാണ്ട് ബ്ലഡ് കൊടുത്തതിന് ശേഷം എത്രയോ 10-15 ദിവസം ICUലൊക്കെ കിടന്നതിന് ശേഷം രക്ഷപ്പെട്ടു. ഒരു സൈഡ് ട്യൂബ് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ വയറ്റിനകത്തുണ്ടായിരുന്ന ബ്ലഡും ക്ലോട്ടും ഒക്കെ മാറ്റുന്നതിന് വളരെ ഈ പറഞ്ഞ പോലെ മോസ്റ്റ്ലി 98% വി തോട്ട് ആ കുട്ടി മരിച്ചു പോകുന്നു തന്നെ വിചാരിച്ചു. സോ അപകടകരമായ ഒരു കാര്യമാണ് പോസിറ്റീവ് ആയതും ഡോക്ടറെ കാണിക്കാതിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോളർ അറ്റൻഡ് ചെയ്യാം. ഹലോ മാഡം, ഇത് വൈക്കത്തുനിന്നാണ് വിളിക്കുന്നത്. പേരെന്താണ്? എന്റെ പേര് വിശാൽ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, ഇവിടെ 6 മന്തില് ഒരു സ്കാനിങ് ചെയ്തായിരുന്നു, ഒബ്സ്ട്രിക് അനോമലി സ്കാൻ. അപ്പൊ അതിനകത്ത് റൈറ്റ് ക്രോയിഡ് പ്ലക്സസ് CYST നോട്ടഡ്. എങ്ങനെ? ഞാൻ സ്പെല്ലിംഗ് പറയാം. RIGHT CHOROID. റൈറ്റ് മനസ്സിലായി. പിന്നെ അടുത്ത വേർഡ് CHOROID. PHOROID. പിന്നെ സ്പേസ് ഇട്ടിട്ട് PLEXUS പ്ലസ് CYST നോട്ടഡ്. അപ്പൊ അതിന് ഡോക്ടർക്ക് മനസ്സിലായോ? ഇതാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ല. അതിന്റെ ഏകദേശം ഒരു പറഞ്ഞാ മതി, അതെ ഒന്ന് പ്രൊണൗൺസിയേഷൻ പറയാൻ പറ്റും. അനോമലി സ്കാൻ ആണ് ചെയ്തത്. ഓക്കെ. എന്നിട്ട് ഞങ്ങക്ക് ഡീറ്റെയിൽഡ് അനോമലി സ്കാനിന് വേണ്ടിട്ട് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു പ്ലെക്സസ് എന്ത് പ്ലെക്സസ് ആണ്? റൈറ്റ് കൊറോയിഡ്. റൈറ്റ് കൊറോയിഡ് പ്ലെക്സസ്. ഓക്കെ, നോട്ടഡ്. അപ്പൊ അത് കൊറോയിഡ് പ്ലെക്സസിൽ എന്ത് നോട്ടഡ്? സോറി, റൈറ്റ് കൊറോയിഡ് പ്ലെക്സസിൽ എന്ത് നോട്ട്? അത് കഴിഞ്ഞ് പിന്നെ ഒരു വാക്ക് കാണും, എന്താണ് നോട്ടഡ് എന്നുള്ള? CYST. സിസ്റ്റ് നോട്ടഡ്. ഓക്കെ, കൊറോയിഡ് പ്ലെക്സസ് സിസ്റ്റ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പൊ ഇതില് മെഷറിംഗ് 1.8 മില്ലിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ശരി. അപ്പൊ ഇത് എന്തെങ്കിലും പ്രശ്നമാണോ അതോ എങ്ങനെയാണ്? ഇതിപ്പം നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാൻ ഹയർ സ്കാൻ ചെയ്യാനായിരിക്കും എഴുതി തന്നിരിക്കണം അല്ലേ? കുറച്ചും കൂടെ കൂടിയ സ്കാൻ ചെയ്യാനായിട്ട്. നമ്മളൊക്കെ ആദ്യമേ ഈ 4.5 മാസമാണ് അനോമലി സ്കാൻ, 4.5 മാസത്തിനിടയിൽ. സോ ആ ഒരു സമയത്ത് ഓൾറെഡി ഹയർ സ്കാൻ തന്നെയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കൺഫ്യൂഷൻ വരികയില്ല. ഒന്ന് ചെയ്യുക, പിന്നെ അതിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മുകളിൽ ചെയ്യുക. നോർമൽ അൾട്രാസൗണ്ടിനെക്കാളും ആ സമയത്ത് യൂസ്ഫുൾ ആവുന്ന ഹയർ ഡെഫിനിഷൻ സ്കാൻസ് ആയിരിക്കും. സോ അങ്ങനത്തെ ഹയർ ഡെഫിനിഷൻ സ്കാൻസ് ചെയ്യുന്നതായിരിക്കും ഞാനൊക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. 4.5 months ബാക്കിയെല്ലാം സാധാ സ്കാൻ ആണെങ്കിലും 4.5 to 5 months ഓൾവേസ് ഗോ ഫോർ എ ഹയർ സ്കാൻ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഡബിൾ പ്രോബ്ലംസ് ഇതിൽ പ്രോബ്ലം ഉണ്ടായിട്ട് വീണ്ടും പോയി അത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇപ്പൊ ഇത് വന്നിട്ട് എന്ന് വെച്ചാൽ തലച്ചോറിൽ ഉള്ള ഒരു ചെറിയ ഒരു ഭാഗത്തിൽ ഒരു ചെറിയ ഒരു ബബിൾ പോലെ കാണുന്നു, അതാണ് എഴുതിയിരിക്കുന്നത്. ചെറിയ ഒരു കുമിള കാണുന്നുണ്ട്. അത് 1.8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അത്രയുമേ ഉള്ളൂ, മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പൊ വളരെ ചെറിയ ഒരു സംഭവം. സോ അത് ഏതെങ്കിലും രീതിയിൽ കുഞ്ഞിന്റെ തലച്ചോറിലേക്കുള്ള ഒരു രക്തപ്പോക്കിനെയോ അല്ലെങ്കിൽ അതിന്റെ അകത്തൊരു ഫ്ലൂയിഡ് പോകുന്നുണ്ട്, അതിനെ വല്ലതും അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഹയർ സ്കാൻ ചെയ്യാൻ പറഞ്ഞത്. ഹയർ സ്കാൻ ആദ്യമേ ചെയ്യുന്നതാണെങ്കിൽ നമുക്കിത് അപ്പോഴേ അവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും.
സോ അപ്പം നോർമൽ കാണുന്നതാണോ അതോ ഇത് അങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റ് കാണാറില്ല. അപ്പൊ ഇത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇനിയിപ്പോ അടുത്ത സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഒരു 18 അങ്ങനെ എന്തോ അതിനെ നമ്മൾ നോക്കണമെന്നൊക്കെ പറയാനുണ്ടല്ലോ, എന്തോ അതവര് നോക്കിക്കോളും. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് ഇത് ചെയ്യിച്ചായിരുന്നു, മറ്റേ ബ്ലഡില് സെക്കൻഡ് ട്രൈമിസ്റ്റർ സ്ക്രീനിങ് ചെയ്യിച്ചായിരുന്നു, തലച്ചോറിനുള്ള ഡൗൺ സിൻഡ്രോം അതുപോലത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ 18 കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് ബ്ലഡ് എടുത്ത് നോക്കിയാൽ തന്നെ കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് അറിയാൻ പറ്റും. അമ്മയുടെ ബ്ലഡ് എടുത്ത് നോക്കിയാല് കുഞ്ഞിന്റെ തലച്ചോറിൽ അതിനെ വന്നിട്ട് സ്ക്രീനിങ് എന്ന് പറയും. സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് വെച്ചാൽ രണ്ടാമത്തെ 3 മാസം, ദാറ്റ് ഈസ് 3rd month to 6th month ഉണ്ടാവുന്ന സ്ക്രീനിങ് സംഭവമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞിന് ഈ പറഞ്ഞ പോലെ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, മംഗോളിസം. അപ്പൊ അതെല്ലാം നമുക്ക് അതിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ ഈ ഇത് കാണിക്കണോണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ? ഇനിയിപ്പോ നെക്സ്റ്റ് സ്കാൻ കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന്. അത് ഏത് സൈസ് ആണ് എന്താണെന്നൊക്കെ അടുത്ത സ്കാനിലായിരിക്കും അവർക്ക് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം അത് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞുതരും, ഡോക്ടർ തന്നെ പറയും, പേടിക്കണ്ട കേട്ടാ. വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് എന്ന് തോന്നണില്ല, വളരെ ചെറിയ സൈസ് മില്ലിമീറ്ററിലാണ് ഇപ്പൊ പറഞ്ഞത്. എന്നാലും നമുക്ക് അടുത്ത സ്കാൻ കഴിയുമ്പോഴത്തേക്കും അറിയാൻ പറ്റും കേട്ടോ. ഒരുപാട് ടെൻഷൻ അടിക്കണ്ട, അത്രയ്ക്ക് വലിയൊരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നില്ല. Okay. Right. Thank you. Okay. Thank you so much for calling. So we are talking about like എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അപ്പൊ തന്നെ അപ്രോച്ച് ഡോക്ടർ. ഫസ്റ്റ് തിങ് ഈസ് ഒരാളെ വന്നിട്ട് ഒരു കുട്ടിയെ, ഒരു പ്രഗ്നന്റ് ആയ ഒരു കുട്ടിയെ നമ്മൾ ഡേഞ്ചറസ് ആയിട്ട് ആക്കാതിരിക്കാനായിട്ട് ഇപ്പോ എല്ലാം നന്നായിട്ട് പോകുന്നവരെ നമ്മൾ കാണിക്കണം എല്ലാം ശരി. നമ്മൾ എവിടെയൊക്കെ തെറ്റ് സംഭവിക്കണോ അപ്പോഴാണ് നമ്മൾ കാണിച്ചതൊക്കെ തെറ്റെന്ന് തോന്നുന്നത്. അപ്പൊ ആ ഒരു ആദ്യമേ കറക്റ്റായ വഴി കൂടെ പോയാൽ നമുക്ക് പ്രശ്നമില്ല. ഫസ്റ്റ് നോർമലി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു ഗർഭിണിക്ക്. ദാറ്റ് ഈസ് പ്രഗ്നന്റ് ആയാൽ ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ 3 മാസം കഴിഞ്ഞ് കാണിക്കണോണ്ട് എന്ത് നേട്ടം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. നഷ്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞ. പ്രഗ്നന്റ് എന്ന് പോസിറ്റീവ് ആയാൽ നെക്സ്റ്റ് തിങ് ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തത് ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. കാണിക്കുമ്പം അവർ സ്കാൻ അഡ്വൈസ് ചെയ്യും. അത് 2-3 രീതിയിൽ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ഈ പ്രഗ്നൻസി കറക്റ്റായിട്ട് എപ്പോ ഉണ്ടായി, ഡെലിവറി ഡേറ്റ് എന്നായിരിക്കും ആ ആദ്യത്തെ സ്കാനിനായിരിക്കും കറക്റ്റായിട്ട് പറയാൻ പറ്റുക. പ്രഗ്നൻസി പോസിറ്റീവ് ആവുമ്പോൾ ഉള്ള സ്കാനിന് പിന്നെ വരുന്നത് ഗ്രോത്ത് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം കറക്റ്റ് ഇന്ന സമയത്ത് പ്രഗ്നന്റ് ആയിട്ടുണ്ട്, ഇത്ര ആഴ്ചയായി എന്നുള്ളത് ഫസ്റ്റ്, അതായത് പ്രഗ്നൻസി പോസിറ്റീവ് എന്നുള്ള ആ ഒരു പീരീഡ് മിസ് ചെയ്തതും കാണിക്കുന്ന സ്കാനിൽ നമുക്ക് അതറിയാൻ പറ്റും. സെക്കൻഡ് തിങ്, ഗർഭപാത്രത്തിനകത്തല്ല ട്യൂബിലെങ്ങാനും ആണെങ്കിൽ ആ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു പക്ഷേ സ്കാനിൽ അവർ സംശയം പറയുകയാണെങ്കിൽ നമ്മൾ ഉടനെ അതിന്റെ ബ്ലഡിലുള്ള ഹോർമോൺസ് നമ്മൾ നോക്കും. അതിന്റെ ഗ്രോത്തും ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടും. പിന്നെ അപ്പോഴേ നമ്മൾ പറഞ്ഞയക്കും. എന്തെങ്കിലും ഒരു പെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണം എന്നോ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് റെഗുലർ ചെക്കപ്പ് ഉണ്ടാവും. ദാറ്റ് ഈസ് 3 ദിവസം കൂടുമ്പോൾ ഹോർമോൺസ് നമ്മൾ ചെയ്ത് നോക്കും. അതായത് സാധാരണ ഒരു കുട്ടി വളരും പോലെ വളരുന്നുണ്ടോ, അല്ലെങ്കിൽ ട്യൂബിലാവുമ്പോൾ വളർച്ച കുറവായിരിക്കും, അപ്പോൾ ഹോർമോണിന്റെ അളവും കുറവായിരിക്കും. സോ നമുക്ക് അത് കണ്ടുപിടിക്കാനും പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങള് ഡോക്ടറുടെ ഒരു അസിസ്റ്റൻസ് ഇല്ലാതെ, ശരിക്കും ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ഇല്ലാതെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത് വീട്ടിൽ വെച്ചോണ്ടിരുന്നിട്ട് എല്ലാം കഴിഞ്ഞ് ട്യൂബൊക്കെ 2.5 മാസത്തിൽ പൊട്ടിക്കഴിഞ്ഞിട്ട് കൊച്ചിന് അപകടമായി ജീവൻ പോവാറാവുമ്പം കൊണ്ടുവരുന്നതിൽ ഒരു മഹിമയും എനിക്ക് തോന്നുന്നില്ല. ഡോക്ടറെ കാണിക്കേണ്ട നേരത്ത് കാണിക്കന്നെ വേണം. ഒരു ഗർഭിണി എന്ന് പറയുമ്പോൾ അതിനെ ആ ഒരു സംഭവത്തെ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു അവസ്ഥ നമ്മൾ ഇന്ത്യയിൽ മൊത്തമേ ഉണ്ട്. കാര്യം ഒരുപാട് പ്രസവങ്ങൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് തോന്നുന്നു സാക്ഷരതയുള്ള കേരളത്തിലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. കൺസൾട്ട് ഡോക്ടർ ആൻഡ് ഡു എ സ്കാൻ. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ ഡോക്ടർ പൈസ പിടിക്കാനാണ് സ്കാൻ എന്ന് പറയും. സോ ദിസ് സോർട്ട് ഓഫ് നോൺസെൻസ് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? ഫസ്റ്റ് സ്കാൻ ഇസ് ഇമ്പോർട്ടന്റ്. ഇതുകൊണ്ടാണ് അത് ട്യൂബിലാണെങ്കിൽ ഡോക്ടർക്ക് എന്ത് വന്നു,
ഈ ട്യൂബിൽ വന്നിട്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, കുട്ടി ജീവനോട് രക്ഷപ്പെടും. എന്ന് വെച്ചാൽ ട്യൂബിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇഞ്ചെക്ഷൻസ് എടുത്താൽ ട്യൂബിലുള്ള പ്രഗ്നൻസിയെ ഇല്ലാണ്ടാക്കാൻ പറ്റും, ട്യൂബ് രക്ഷപ്പെടുകയും ചെയ്യും. അടുത്ത പ്രാവശ്യത്തെ പ്രഗ്നൻസിക്ക് പ്രോബ്ലമും വരില്ല. സോ ഇങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡ്സ്, ഇപ്പൊ ഇതെല്ലാം പഠിക്കാനാണല്ലോ എത്രയോ വർഷങ്ങൾ പഠിച്ചിട്ട് നമ്മളെല്ലാം ഈ ഇരിക്കുന്ന, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിരിക്കുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സ്പേർട്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ തൊഴിലും ചെയ്യുന്നവര് അതിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ വേണ്ടി ഇരിക്കുന്നവരാ. സോ പ്ലീസ് ഗോ ടു ദം. അപ്പൊ ഈ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആവുമ്പോൾ തന്നെ ഡോക്ടറെ കാണണം. അപ്പൊ തന്നെ തുടങ്ങേണ്ട ചില മരുന്നുകളും ഉണ്ട് കുട്ടിയുടെ വളർച്ച അറിയാനും ഒക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ മാറ്റി വെക്കുന്നത് കൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നും വരാൻ പാടില്ല. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഹലോ, ഞാൻ ഷീജയാണ്, തിരുവനന്തപുരത്ത് നിന്ന്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ മാം. ഹലോ മാം, ഞാനൊരു സംശയം ചോദിക്കാനാണ്. മാമിന്റെ ഇപ്പോഴത്തെ വിഷയമല്ല, എനിക്ക് 46 വയസ്സായി. ഓക്കെ. ഇപ്പോ ഡേറ്റ് കറക്റ്റ് ആയിരുന്നു. ഈ മാസം വന്നിട്ട് 40 ദിവസമായിട്ട് എനിക്ക് പീരീഡ്സ് ആയി. സാധാരണ 4 ദിവസം ആവുമ്പോ ബ്ലീഡിങ് നിൽക്കുകയാണ് പതിവ്. ഇന്നിപ്പോ 8 ആയിട്ടും അമിതമായ ബ്ലീഡിങ് അല്ല, എന്നാലും അല്പം നിക്കുന്നില്ല. 46 വയസ്സായി. 2 ഡെലിവറി കഴിഞ്ഞ ആളാണ് ഞാൻ. അപ്പോ അത് ഉടനെ ഡോക്ടറെ കാണിക്കണോ അതോ വെയിറ്റ് ചെയ്തിട്ട്? കാണിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാമത് ഹോർമോൺ നോക്കട്ടെ. ഒരു പക്ഷേ മാസം മുറ നിൽക്കാനുള്ള, മെനോപോസ് ആകാനുള്ള വല്ല തുടക്കമാണോ എന്നറിയാൻ പറ്റും. അതല്ലെങ്കിൽ ഹോർമോണില് വല്ല വ്യത്യാസമുണ്ടോ, എന്തുകൊണ്ട് ഇങ്ങനെ നിക്കുന്നില്ല. അപ്പം നോർമലി ഒരു സമയത്ത് നിക്കേണ്ടതാണല്ലോ, അപ്പൊ അതങ്ങനെ നിക്കാതെ എന്തുകൊണ്ട് പോകുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. സോ എന്തുകൊണ്ടും ഈ പറഞ്ഞ പോലെ വീട്ടില് ഇത് വെച്ചോണ്ടിരുന്ന് അതിനിയും ഒരു 10 ദിവസം കൂടെ ബ്ലീഡ് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിക്കുന്നത് എപ്പോഴും തെറ്റായ ഒരു അഭിപ്രായമാണത്. നമുക്ക് ആ തുടക്കത്തിലെ ഒരു പ്രോബ്ലം വരുമ്പം എപ്പോഴും തുടക്കത്തില് സ്റ്റാർട്ടിങ്ങില് എല്ലാ അസുഖങ്ങളും ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അവർക്ക് കൂടുതൽ ഈസിയാണ് അതിനെ ട്രീറ്റ് ചെയ്യാനും. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ബ്ലീഡ് ചെയ്യുന്നു, വല്ല ചെറിയ വളർച്ച പോളിപ്പ് പോലെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അത് വല്ലതുമാണോ, അതാണോ ഇങ്ങനെ ബ്ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്, നിക്കാതിരിക്കുന്നത്? സോ ഈ കാര്യങ്ങളൊക്കെ ഒരു ബേസിക് സ്കാന്, ഹോർമോൺ ടെസ്റ്റ്, ഇതൊക്കെ ചെയ്യുമ്പോൾ ബേസിക് സംഭവങ്ങളേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അല്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ചിലപ്പോൾ വലിയ കാര്യങ്ങൾ കണ്ടെത്താനും പറ്റും. പിന്നെ പ്രോബ്ലംസിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാനും പറ്റും. സോ അപ്പം വീട്ടിൽ വെച്ചോണ്ടിരിക്കരുത്. ബ്ലീഡിങ് ആവാത്തത് കൊണ്ടാണ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തത്. അതാ അല്ലെ, ചിലപ്പോ വെയിറ്റ് ചെയ്ത് ഇനി 10 ദിവസം വരെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്ന വീണ്ടും 10 ദിവസം കഴിഞ്ഞ് കാണിക്കാം എന്നെന്തിനു വിചാരിക്കണം? ഓൾറെഡി ഒരു അബ്നോർമാലിറ്റി കണ്ടു. ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ എവറി 6 months എല്ലാ സ്ത്രീയും ഒരു സ്കാനും അവരുടെ എല്ലാ ഹോർമോൺസും സാധാരണ ഉള്ള എല്ലാ ടെസ്റ്റിലും ഹീമോഗ്ലോബിൻ ഉൾപ്പെടെ ഉള്ള അവരുടെ ബ്ലഡിന്റെ അളവും ഒക്കെ ചെയ്യണം എന്നാണ് ശരിക്കുള്ള ന്യായമായിട്ടുള്ള കാര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ കാര്യം ഒന്നും നടക്കില്ല. അസുഖം വന്ന അങ്ങ് അറ്റമായി കിടക്കാൻ പോലെ എണീക്കാനും പറ്റാത്തൊരു സ്ഥിതി ആവുമ്പോഴേ ഡോക്ടറെ കാണുള്ളൂ. സോ ദാറ്റ് ഈസ് നോട്ട് ദ വേ. ഡോക്ടർ ഈസ് നോട്ട് ഓൺലി ഫോർ ഡിസീസസ്. ഹെൽത്തിനും ഡോക്ടറാണ്. ഡോക്ടർ നമുക്ക് ഹെൽത്തിനും വേണം. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നന്നായിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒരു ചെക്കപ്പ് ആയിട്ടെങ്കിലും വിചാരിച്ച് ഇതിന് കണ്ടോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും കാണാം. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavedhi, Peta, Trivandrum 24. Phone 0471
2476 399 94460 45959. So friends, once again welcome back to Life Beats. Life Beats ന്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈസ് ഓൾ അബൌട്ട് പ്രഗ്നൻസി ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൾ ഹിയർ ആൻഡ് ഗെറ്റ് ഇറ്റ് ക്ലാരിഫൈഡ്. എന്തായാലും നമുക്കൊരു കോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് കോൾ കണക്ട് ചെയ്യാം. ഹലോ ഹലോ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ 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 ഡോക്ടർ, എനിക്ക് ഈ തിങ്കളാഴ്ചയാകുമ്പോ അബോഷനായിട്ട് 3 ആഴ്ചയാവുന്നേ. അപ്പോ DNC ചെയ്ത് അപ്പൊ ഇത് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല, മോനെ സ്കൂളിലൊക്കെ വിടുന്നോണ്ട്. അപ്പൊ എത്രാമത്തെ പ്രഗ്നൻസി അത്? എത്രാമത്തേതാണ്? അത് സ്കാനിങ് ചെയ്തപ്പോ 6 ആഴ്ചയും 2 ദിവസമായി. അത് തന്നെ. ഇത് എത്രാമത്തെ ഗർഭമാണത്? രണ്ടാമത്തെ. ഓക്കെ. അപ്പോഴേ എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇപ്പൊ നടുവേദനയും കാലിന്നിങ്ങനെ നീട്ടി വെച്ചിങ്ങനെ സ്പീഡ് നടക്കാനൊന്നും ബുദ്ധിമുട്ട് ഇപ്പൊ. എന്നിട്ട് വെള്ളപ്പൊക്കിന്റെ അസുഖമുണ്ട്, അത് ഓവറായിട്ട് 2-3 ദിവസം കൊണ്ട് ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ട്, ആകെ മൊത്തം ഭയങ്കര വേദന, വലിഞ്ഞു മുറുകും പോലത്തെ ഒരു ബുദ്ധിമുട്ട്. എനിക്കിപ്പോ 32 ഏജ് ഉണ്ട്, 40 കിലോ വെയിറ്റേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വെള്ളപ്പൊക്കിന്റെ ഇതിൽ ഞാൻ ഡോക്ടറെ കണ്ട് മെഡിസിൻ ഒക്കെ കഴിച്ച് അങ്ങനെ 1 വർഷം ഓക്കെ ആയിരുന്നു. ഇപ്പം പിന്നെ ആയുർവേദം മരുന്ന് കഴിച്ച്, എന്നിട്ടും രക്ഷയില്ല. വെള്ളപ്പൊക്കിന്റേതാണ്. വെള്ളപ്പൊക്ക് മാത്രമേ ഉള്ളൂ? ചൊറിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ? ചൊറിച്ചിൽ അങ്ങനെ വലുതായിട്ട് ഇല്ല. വെള്ളപ്പൊക്ക് ഇങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂസ് ഇങ്ങ് പോയിട്ട് പിന്നെ ഭയങ്കര തളർച്ചയും ക്ഷീണവും, അതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പൊ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഡോക്ടറെ? തീർച്ചയായിട്ടും അത് ഇൻഫെക്ഷൻ ആണോന്ന് ആദ്യം നമുക്ക് നോക്കണം കേട്ടോ. അപ്പൊ ഇത്രയും 1 വർഷം കൊണ്ട് ഉള്ളപ്പോഴത്തേക്കും പിന്നെ അതിന് ഡോക്ടറെ എനിക്ക് 15 വർഷമായിട്ടുള്ളതാ. 15 വർഷമായിട്ട് ഈ വെള്ളപ്പൊക്കുണ്ടെന്നോ? അതായത് ഞാൻ ഈ മെച്യൂരിറ്റി ആയത് 11 വയസ്സില, അത് തൊട്ട് ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ തന്നെ 32 വയസ്സായി. എത്ര മരുന്ന് കഴിച്ചിട്ട് എനിക്കൊരു കുറവില്ല. കഴിക്കുന്ന ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് ഒരു ഇംഗ്ലീഷ് മരുന്നാ കഴിച്ചേ, കുറെ ടാബ്ലറ്റ്സ് കഴിച്ചു. അപ്പൊ 1 വർഷം എനിക്ക് സുഖമായിരുന്നു, കുഴപ്പമില്ല. വീണ്ടും ഇപ്പം ആ ടാബ്ലറ്റ്സ് വീണ്ടും ഞാൻ ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്ത് വീണ്ടും കഴിച്ചപ്പോഴ് ഭയങ്കര ലൂസ് മോശം. ഇപ്പൊ ഗുളിക കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ അടുത്ത് ഇതിന്റെ ആ ദ്രാവകം എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു സമയമൊക്കെ ആയി. അതൊക്കെ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അതൊക്കെ വേണം. സ്വാബ്, പിന്നെ അതിന്റെ വരുന്ന ഒരു എന്തോ ദ്രാവകം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, വെളുപ്പോ മഞ്ഞയോ എന്തായാലും. അപ്പൊ അതെടുത്ത് അതിൽ അണുബാധയുണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത്, നമുക്ക് എന്ത് തരം ഇൻഫെക്ഷൻ ആണ്, അതിന് കൾച്ചറും സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ 2 കാര്യമുണ്ട്. അത് ചെയ്യിക്കണം, സ്വാബ് ചെയ്യണം. പിന്നെ ഹോസ്പിറ്റലാണ് ചെയ്യേണ്ടതിനെ പറ്റിയൊന്നും അറിയില്ല. ഗൈനക്കോളജിസ്റ്റ് ആരെ കണ്ടാലും അവർ ചെയ്തു തരും. ഓക്കെ. സോ ഇത് ഗൈനക്കോളജിസ്റ്റ് ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. ഗർഭപാത്രത്തിന്റെ അകത്തുള്ള മോസ്റ്റ് പ്രോബബ്ലി ഗർഭപാത്രത്തിനകത്തുള്ള പഴുപ്പ് തന്നെ ആയിരിക്കാം ഇങ്ങനെ വരുന്നത്. ഓക്കെ, അങ്ങനെ യൂഷ്വലി ഉണ്ടാകാറുള്ളൂ. സോ അപ്പം അത് എത്രത്തോളം ഉണ്ട്, എന്ത് തരം അണുക്കളാണ്, എന്ത് തരം അണുബാധയാണ്, അപ്പൊ അതിന് നമുക്ക് എന്ത് മരുന്ന് കൊണ്ട് ചേർക്കാൻ പറ്റും, ഇതൊക്കെ ഇനി അറിയേണ്ട, ഇതൊക്കെ എപ്പോഴോ ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഇതിനെ എപ്പോഴോ ശരിയാക്കാമായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത്രയും ക്രോണിക് ആയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഒക്കെ ഉള്ള ഇൻഫെക്ഷൻ ഏറ്റവും ആണ് ശരിക്കും ഇൻഫെക്ഷൻ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 1 ദിവസത്തെയോ 2 ദിവസത്തെയോ ട്രീറ്റ്മെന്റ് കൊണ്ട് ശരിയാകാനും പോണില്ല. അത് കുറച്ച് മാസങ്ങളെടുത്ത് വിട്ട് കറക്റ്റ് ആയിട്ട് ഇന്റർവെൽസിൽ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ അതിനൊരു പ്രത്യേക തരത്തിൽ തന്നെ ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടി വരും. ഒറ്റയടിക്ക് മാജിക് ആയിട്ട് ഒരു 3 ഗുളിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്, അത് ഉള്ളിൽ വെക്കണുണ്ടോ ഇത് കഴിച്ചോണ്ടോ ഒന്നും ആകാൻ പോണില്ല. ഓക്കെ. സോ അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഉള്ള ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഭാഗ്യം. ശരിയായിക്കോളും. ഓക്കെ. Okay, thank you so much for calling.
ഡോക്ടർ പിന്നെ സ്ഥിരമായിട്ട് കാണുന്ന കംപ്ലൈന്റ്സ് എന്താണ്? ഈ ഒരു കംപ്ലൈന്റ്. പിന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഈ പോകുമ്പോൾ നമുക്ക് ഫോളിക് ആസിഡ്, കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ, പിന്നെ നേരത്തെ വല്ല ഈ അബോർഷനോ മറ്റോ ഉണ്ടായിരുന്ന ഒരു ആളാണെങ്കിൽ നമ്മൾ കുറച്ച് സപ്പോർട്ട് കൊടുക്കും, അതായത് ഹോർമോണൽ സപ്പോർട്ട്സ് കൊടുക്കും. അപ്പൊ അതിന്റെ മരുന്നുകൾ ഇൻക്ലൂഡ് ചെയ്യും, ചിലപ്പം ഇഞ്ചെക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അത് അടുത്തതും ഒരു അബോർഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ചില മരുന്നുകളൊക്കെ നമുക്കൊരു സപ്പോർട്ട് ഒരു 3-4 മാസം വരെയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം കൊടുക്കുമ്പം ചില ആളുകൾക്ക്, അതായത് വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവരും ഒരുപോലെയാണ് പെരുമാറുന്നത് ഈ കാര്യത്തിൽ. അവർക്ക് വന്നിട്ട് ഡോക്ടർ ഒരുപാട് മരുന്ന് ഇങ്ങനെ എഴുതി കൊടുത്തു എന്ന് പറയും. പിന്നെ നമ്മൾ പ്രോട്ടീൻ പൗഡേഴ്സ് കൊടുക്കും. ആ പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നത് പ്രോട്ടീൻസ് ആദ്യത്തെ 2 മാസം നന്നായിട്ട് കഴിക്കണം എന്നാണ്. ആഹാരത്തിൽ കഴിക്കണം, ഓഫ്കോഴ്സ് ഭക്ഷണത്തിൽ വന്നിട്ട് പയറുവർഗ്ഗങ്ങള്, മുട്ടയുടെ വെള്ള, ഇതെല്ലാം നമ്മൾ പറഞ്ഞോളും കഴിക്കാൻ. അത് ഭക്ഷണം മാറ്റിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഭക്ഷണത്തിലുള്ള ആ ഒരു കൗൺസിലിംഗ് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഞാൻ കൊടുക്കാറുണ്ട്. വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു ബേസിക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊരു കാര്യം. പിന്നെ പ്രോട്ടീൻ പൗഡേഴ്സ് ഗർഭിണികൾക്കായിട്ടുള്ളത് ഉണ്ട്. സോ ആ പ്രോട്ടീൻ പൗഡേഴ്സ് നമ്മൾ വന്നിട്ട് ഇത്ര ഗ്രാം എന്നുണ്ട്, അപ്പൊ ഇത്രയും ഗ്രാം ഇത്ര ഗ്ലാസ് പാലില് ഇങ്ങനെയാണ് കുടിക്കേണ്ടത് ഇത്ര നേരം. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ 2 മാസം പ്രോട്ടീൻ ഒരുപാട് കഴിക്കുന്ന ഒരു അമ്മയ്ക്ക് കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ച വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ കുട്ടിയുടെ പിന്നെ വളർച്ച കുറവ് എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടത്തില്ല. പിന്നെ അങ്ങനെ നമ്മൾ ആദ്യമേ സ്കാൻ നോക്കുമ്പം ചിലർ വന്നിട്ട് ഇപ്പോ നമുക്കൊരു കുട്ടി ഒരു 8 ആഴ്ച ഗ്രോത്ത് വേണം, പക്ഷെ നമ്മൾ സ്കാനിൽ നോക്കുമ്പോൾ 6 ആഴ്ചയേ ഉള്ളൂ. ആദ്യം മുതലേ ഗ്രോത്ത് വളരെ കുറഞ്ഞു ഇരിക്കുന്ന ഒരു ബേബി ആണെങ്കിൽ നമ്മൾ ആദ്യമേ അതിൽ ചിലപ്പം ചെറിയ ഒരു ഡ്രിപ്പായിട്ട് പ്രോട്ടീൻസ് കൊടുക്കും, അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ പൗഡറായിട്ട് പാലിൽ കലക്കി കുടിച്ചോളാനായിട്ട് കൊടുക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഫോളിക് ആസിഡ്, അതും വൈറ്റമിൻസും ഒക്കെ കൂടി ഇപ്പൊ കോമ്പിനേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഫോളിക് ആസിഡിൽ പുതിയ മെത്തേഡിലുള്ള ഫോളിക് ആസിഡ് ആണ് വന്നിരിക്കുന്നത്, പെട്ടെന്ന് രക്തത്തിൽ കലർക്കുന്നത്, ഗുണം ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള. സോ അപ്പൊ പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മൾ കുട്ടിക്ക് കുറച്ചും കൂടി ഒരു നല്ല കുഞ്ഞിനെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു കുഞ്ഞിനെ അല്ല ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ വന്നിട്ട് നല്ല തലച്ചോറിന്റെ വളർച്ചയുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല കയ്യിനും കാലിനും പേശിക്കും ശക്തിയുള്ള ഒരു കുട്ടിയെയാണ്. a quality child is what we are expecting in this generation. പണ്ട് അങ്ങനെയല്ല, ഒരു കുഞ്ഞ് ജനിക്കട്ടെ അങ്ങനെയാണ്. ഇപ്പൊ ഒരു കുഞ്ഞല്ല, ഒരു ക്വാളിറ്റി ചൈൽഡ്, അതായത് ഒരു നല്ല ഉണർവുള്ള എല്ലാം കൊണ്ടും ഗുണമുള്ള ഒരു കുഞ്ഞ് ജനിക്കട്ടെ എന്നാണ് ഓരോ ഡോക്ടറും വിചാരിക്കുന്നത്. സോ അപ്പൊ അതിനു വേണ്ടി കൊടുക്കുന്ന മരുന്നുകളെ പഴയ 18-ാം നൂറ്റാണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഓർത്തും കൊണ്ട് ഈ ഗുളികകളൊക്കെ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയുന്നൊക്കെ വിചാരിച്ചാല് അത് വളരെ മിഥ്യധാരണയാണ്. തീർച്ചയായിട്ടും ആ ഡോക്ടർ തരുന്ന ഗുളികകൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളതായിരിക്കും. ചിലപ്പം നേരത്തെ അബോർഷൻ ഉള്ള ഒരാളാണെങ്കിൽ അത് പിന്നെ വരുത്താതിരിക്കാനുള്ളതായിരിക്കും. സോ അങ്ങനെയുള്ള സപ്പോർട്ട്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അനാവശ്യമായിട്ട് ഒരാൾക്കും ഒരു ഗുളികയും, പ്രത്യേകിച്ച് ഒരു ഗർഭിണിയോട് ഒരു ഡോക്ടറും ഒരു ദ്രോഹവും ചെയ്യാൻ പോടില്ല, അല്ലെങ്കിൽ ഒരു ദ്രോഹവും ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഗർഭിണിക്ക് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിന് ഒരു നന്മ കിട്ടിക്കോട്ടെ എന്നാണ് നമ്മളും എല്ലാം സ്ത്രീകളാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്ന അങ്ങനെയാണ്, അതിനൊരു നന്മ കിട്ടിക്കോട്ടെ, അത് നല്ല ഒരു കുഞ്ഞായിട്ട് വരട്ടെ എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. നമുക്ക് ഒരു കോൾ ഉണ്ട്, കണക്ട് ചെയ്യാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഹലോ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. പേരെന്താണ്? പേര് രേഷ്മ എന്നാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. രേഷ്മ. ഹലോ, പറഞ്ഞോളൂ രേഷ്മ. ഹലോ ഡോക്ടർ, എന്റെ പ്രശ്നം ഇതിലുള്ളതല്ല. കുഴപ്പമില്ല, എന്ത് പ്രശ്നവും ചോദിക്കാം ഇവിടെ. എനിക്ക് ബ്ലീഡിങ് ആകുമ്പോഴത്തേക്കും പിന്നെ ഒരു 6 ദിവസം കാണും, പക്ഷെ ഭയങ്കര ബ്ലീഡിങ് ആണ്. ഓഹോ, എത്ര വർഷമായി എങ്ങനെ? ഇപ്പൊ എന്റെ മോനിപ്പോ 5.5 വയസ്സായി. അവനെ പ്രസവിച്ചതിന് ശേഷമാണ് പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പോകുന്നത്. ഓ, ആരെങ്കിലും കാണിച്ചിരുന്നോ? ഗൈനക്കോളജി കാണിച്ചു. അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് സ്കാൻ ചെയ്തിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഹോർമോണുകളൊക്കെ ഹോർമോൺ ചേഞ്ച് ആയിരിക്കും എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഒരു ഗുളിക തന്നിട്ടുണ്ട് ആ സമയത്ത് മാത്രം കഴിക്കാനായിട്ട്, ട്രാനക്സ് മിക്കെന്ന് പറഞ്ഞിട്ട്. ഓക്കെ.
അപ്പൊ ആ ഗുളിക കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് ആ സ്പീഡ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ബ്ലീഡിങ്ങിന് അങ്ങനെ ഒരു കുറവുമില്ല. അല്ല, ആക്ച്വലി ഹോർമോൺ ചേഞ്ച് ആയിരിക്കും എന്നല്ല, ആണോ എന്നറിയാൻ ശരിക്കും ഹോർമോൺ തന്നെ ചെയ്ത് നോക്കാമായിരുന്നല്ലോ ബ്ലഡില്. അപ്പൊ അതല്ലേ അതിന്റെ ശരി. അപ്പൊ നമുക്ക് ഒരു ഉറപ്പോടുകൂടി ഒരു തെളിവോടുകൂടി ഒരു കാര്യത്തിലേക്ക് പോകുന്നതല്ലേ എപ്പോഴും നല്ലത്. അപ്പൊ ഹോർമോൺ ചേഞ്ച് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഇത്രയധികം ബ്ലീഡിങ് വരുമ്പം വരാൻ പോണ ഒരു ദോഷം എന്ന് പറഞ്ഞാല് രക്തക്കുറവ് വരും. എനിക്ക് ഭയങ്കര ക്ഷീണം, ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല, അനീമിക് ആവുകയാണ്. നിങ്ങൾ അതിന്റെ അനീമിക് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് രക്തക്കുറവ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ രക്തക്കുറവ് വരുമ്പോഴത്തേക്കും ദേഹത്തിന്റെ മുഴുവൻ ആരോഗ്യവും നഷ്ടപ്പെടുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. തലച്ചോറിലേക്ക് വരെ ഈ രക്തമാണ് പോകേണ്ടത്. സോ രക്തം കുറയുമ്പം ഈ തലച്ചോറിലേക്ക് പോകുന്ന ഒരു രക്തത്തിന്റെ അളവ് ആയിരിക്കും ആദ്യം കുറയുന്നത്. കാര്യം വെച്ചാൽ അത് താഴേന്ന് മുകളിലോട്ട് പോകേണ്ടതാണ്. സോ അപ്പൊ അതുകൊണ്ടാണ് ഈ ആദ്യ രക്തം കുറയുമ്പം കറങ്ങി വീഴുന്നത്, ഒരു അല്ലെങ്കിൽ തലക്കറക്കം വരുന്നത്. ചിലർ കറങ്ങി വീഴണം എന്നില്ല, തലക്കറക്കം വന്നിട്ട് ഒന്ന് കിടക്കണം എന്നുള്ള തോന്നല്, അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാതിരിക്കുക, ഒരു ഉന്മേഷം ഇല്ല, ഒന്നിനോടും ഒരു ഇത് തോന്നാതിരിക്കുക. ഇതൊക്കെ നമ്മളിൽ രക്തം കുറഞ്ഞിരിക്കുമ്പോ സ്ത്രീകൾക്ക് മാത്രമേ ഈ ഒരു അസ്വസ്ഥത വരുന്നുള്ളൂ. എന്നുവെച്ചാൽ ഈ പീരിയഡ്സ് ടൈമിൽ വരുന്ന ബ്ലഡിന്റെ അളവ് എത്ര പോകുന്നു എന്ന് നമുക്ക് അറിയണില്ല. അപ്പൊ നന്നായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും അതൊക്കെ ചെക്ക് ചെയ്യണ്ടേ? ബ്ലഡിൽ ഇപ്പൊ നിങ്ങളെ ഇപ്പൊ ഇതെല്ലാം നോക്കിയിരുന്നിരിക്കണം, ഹീമോഗ്ലോബിൻ നോക്കിയിരിക്കണം. അത് സ്വന്തമായിട്ട് ഒന്നും ചെക്ക് ചെയ്യണ്ട, ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ അവരെല്ലാം ചെക്ക് ചെയ്തോളൂ. സ്വന്തമായിട്ട് ബ്ലഡ് ഒന്നും എടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റൂല, മനുഷ്യരല്ലേ. അപ്പൊ നമ്മള് ഒരു എക്സ്പേർട്ട് ആയിട്ട് പഠിച്ച ഒരു ആളുകള് ഉണ്ടാവുമല്ലോ ഓരോരോ അടുത്ത്, ഗൈനക്കോളജിസ്റ്റ് എന്നൊക്കെ പേരില് നല്ല പഠിത്തമൊക്കെ ഉള്ള ഇതിനെ കുറിച്ച് 10-12 വർഷം പഠിച്ച ആളുകൾ ഓരോടത്തുണ്ട്. അവരെ ഒന്ന് പോയി ദയവായി കാണുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവര് പറഞ്ഞുതരും, ചെയ്യുകയും ചെയ്യും കേട്ടോ. സ്വന്തം ട്രീറ്റ്മെന്റ് സ്വന്തം ട്രീറ്റ്മെന്റ് നമ്മള് ചെയ്യേണ്ടതുണ്ടോ? ഏതാണ് ഇത് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഭക്ഷണക്രമം എപ്പോഴും പറയുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. കൂടുതൽ മധുരവും കൂടുതൽ ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ എന്ന് വെച്ചാല് മാംസ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. എല്ലാ സ്ത്രീകൾക്കും പറയേണ്ട ഒരു കാര്യം അതേ ഉള്ളൂ. ഇത് രണ്ടും നമ്മുടെ ഈ ശരിക്കുള്ള ഹോർമോണുകള്, സ്ത്രീ ഹോർമോണുകള് വളരെ, പ്രത്യേകിച്ച് ഈ ചിക്കനൊക്കെ ഒരുപാട് കഴിക്കുന്നവർക്ക്, മട്ടന്, ബീഫ് ഇങ്ങനെയൊക്കെ കുറെ കഴിക്കുന്നവർക്ക് ഹോർമോണിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. കൊളസ്ട്രോൾ നല്ല കൂടും ദേഹത്ത്. അപ്പൊ ആ മാറ്റങ്ങൾ ഹോർമോണിൽ വരും. അപ്പൊ ഒരുപാട് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ പല പ്രശ്നങ്ങളും കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ മധുരത്തിന്റെ അളവും പൊതുവെ ഷുഗർ കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, മധുരം കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ കേട്ടോ. ഈ 2 കാര്യങ്ങള് ഓർത്താ മതി. ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ. അങ്ങനത്തെ ഭക്ഷണം ഈ ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള ആഹാരം ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളല്ല. അപ്പം ഏതായാലും എനിക്ക് മൊത്തത്തിൽ കുറവാണ്. എന്തായാലും പക്ഷെ ഒരു കാര്യം, രക്തക്കുറവ് കാണും, എന്തൊക്കെ ഉണ്ടെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ ദയവേത് കണ്ടോളൂ. ഇനി മടിച്ചിരിക്കാതിരിക്കൂ. ഇനി ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ വിചാരിക്കണ അവിടെ നിൽക്കട്ടെ. ആദ്യം അറിയാവുന്നുള്ളവർ എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഗുണം കിട്ടും. അപ്പൊ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടോളൂ എത്രയും വേഗം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ പിന്നെ ഡോക്ടർ സ്ഥിരമായിട്ട് കാണുന്ന കംപ്ലൈന്റ്, സ്ഥിരമായിട്ട് കേൾക്കുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ പപ്പായ കഴിക്കാമോ പൈനാപ്പിൾ കഴിക്കാം. ദിസ് ഇസ് ദ ഓൺലി തിങ്. ഇതാണ് ഏറ്റവും മഹാഭയങ്കരമായ ഒരു സംശയം എല്ലാ ഗർഭിണികൾക്കും ഉള്ളത്. ഞാനിപ്പോ ഇതുവരെ എന്തുകൊണ്ട് അങ്ങനെ ഒരു കോള് വന്നില്ല എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പപ്പായയുടെയും പൈനാപ്പിളിന്റെയും കോള് ഡൗട്ട് ഇല്ലല്ലോ, അതൊരു കൺഫേം തിങ് തോന്നുന്നു, കഴിക്കരുത്. അല്ലല്ല, ഇപ്പം നെറ്റ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, നെറ്റ്. അപ്പൊ ഈ നെറ്റിൽ വന്നിട്ട് എനിക്ക് തമാശ തോന്നിയെന്ന് വെച്ചാല്, നെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ നോർമൽ പേഴ്സൺസ് അവർക്ക് സർഫ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളില് ഈ നെറ്റില് ആർക്ക് വേണമെങ്കിലും നമുക്ക് വന്നിട്ട് ഒരു ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്കിപ്പോ മെഡിക്കൽ ജേർണൽസ് ഉണ്ട്. മെഡിക്കൽ ജേർണൽസിൽ ഓത്തന്റിക് ആയിട്ട്, അതായത് ഈ കറക്റ്റ് ആയിട്ട് കുറെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് വരുന്ന കുറെ സാധനങ്ങൾ മാത്രം വരും. അപ്പൊ അത് അപ്രോച്ച് ചെയ്യാൻ ഡോക്ടേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. സോ അപ്പൊ മെഡിക്കൽ ജേർണൽസിലേക്ക് പോകാൻ ഞങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും ഈ നെറ്റിൽ പോയിട്ട് പല കാര്യങ്ങൾ നോക്കാൻ പറ്റും. അതില് ഞാൻ വെറുതെ ഒന്ന് നോക്കിയത്, ഇവര് എങ്ങനെയാണ് ഈ നെറ്റ് ഒരു പോർട്ടലിൽ അവർ കംപ്ലീറ്റ് ഇട്ടിരിക്കുന്നത് ഈ സംഭവം പാടേ ഇല്ല എന്നാണ്.
ആളുകളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അതിൽ പെപ്പൈൻ ഉണ്ട്, ഇതിൽ അതുണ്ട്, ഇതിൽ ബ്രോമലൈൻ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പേരുകൾ, മനുഷ്യൻ പേടിപ്പെടുത്തുന്ന കുറെ പേരുകളൊക്കെ അതെന്താണെന്ന് നമുക്കറിയാം. ആക്ച്വലി അത് നമ്മൾ വേറെ ചികിത്സയ്ക്ക് കൊടുക്കുന്ന സംഭവങ്ങളും കൂടിയാണ്. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് കഴിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വേറെ ഒരു പോർട്ടലിൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അടുത്ത നേരെ ഓപ്പോസിറ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് കുഴപ്പമില്ല, പച്ചയ്ക്കുള്ളത് കഴിക്കണ്ട, നല്ലോണം പഴുത്തു കഴിഞ്ഞാൽ കഴിക്കാം, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് പപ്പായയുടെ പഴുത്തത് വേണ്ട, പപ്പൈൻ കൂടുന്നത് പച്ചയിലാണ്, പഴുപ്പില് അധികം ഇല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ അടുത്ത കൺഫ്യൂസിങ് ഒരു ആർട്ടിക്കിളാണ് ഞാൻ അടുത്തത് വായിച്ചത്. സോ ഈ പപ്പായ പൈനാപ്പിളിനെ പറ്റി തന്നെ ഞാനൊരു 15 ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് തന്നെ ശരി വന്നു. കാര്യം വെച്ചാൽ 8 പേര് ഈ വശത്ത് നിൽക്കുന്നു, 7 പേര് ആ വശത്ത് നിൽക്കുന്നു. ഇപ്പം ഈ വായിച്ച മനുഷ്യർ ഏത് വശത്ത് നിൽക്കും എന്നുള്ളതാണ്. സോ ആ ഒരു പോയിന്റ് ലെറ്റ് മീ ക്ലിയർ. ഈ പപ്പായ പൈനാപ്പിളിനെ പറ്റി ഇങ്ങനത്തെ ഒരു ഇത് വരാൻ കാരണം, ഫസ്റ്റ് പണ്ട് ഈ അബോർഷൻ എന്ന് പറയുന്നത് ലീഗലായിട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു 1971 മുമ്പേ MTP ആക്ട് എന്ന് പറഞ്ഞ് പറഞ്ഞതിന്. സോ അതിനു മുമ്പേ ഇത് ചെയ്യാതിരുന്ന കാലത്ത് പപ്പായയുടെ ആ ഒരു ഈ പറഞ്ഞ പോലെ പപ്പയ എന്ന് പറയുന്ന ആ വെള്ള ഒരു പാല് പോലത്തെ ഒരു സാധനം വരും, അതിങ്ങനെ ഓടിക്കുമ്പോൾ അത് വന്നിട്ട് അകത്ത് വെജൈനിക്കകത്ത് വെച്ച് ഇല്ലീഗൽ അബോർഷൻസ് ആണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഈ പല വയറ്റാട്ടിൽ പോലെ അങ്ങനെയുള്ള സാധാരണക്കാര് അതിനെ വന്നിട്ട് വീട്ടിനകത്ത് തന്നെ ഇതിനെ എടുത്ത് വെജൈനയ്ക്ക് അകത്ത് വെച്ചു കൊടുക്കും. അപ്പൊ അത് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അബോർഷൻ നടക്കും. സോ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു, ചിലപ്പോൾ നടക്കൂല്ല. ഈ 2 കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പൈനാപ്പിളിന്റെയും ആ ഒരു ചെറിയ അരം പോലത്തെ സാധനം യൂസ് ചെയ്യുമായിരുന്നു ഈ അബോർഷന് വേണ്ടിയിട്ട്, അത് ഉള്ളിൽ വെക്കാനായിട്ട്. സോ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ 2 സംഭവങ്ങളും പണ്ട് മുതലേ ഇല്ലീഗൽ അബോർഷനുമായിട്ട് ഈ 2 ഫ്രൂട്ട്സും അബോർഷനുമായിട്ട് ആളുകൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വന്നു പോയതാണ് ഇത് കഴിച്ചാൽ ഉള്ള പ്രോബ്ലം. പക്ഷെ സത്യത്തിൽ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഒരു കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? താങ്ക് യു. എന്റെ പേര് ആശ. മാമിനോട് സംസാരിക്കാമോ? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ മാം, പറഞ്ഞോളൂ. പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ മാം, ഞാൻ പ്രഗ്നന്റ് ആണ്. ഓക്കെ. സെക്കൻഡ് ആണ്. ആദ്യത്തെ മോന് 8 വയസ്സായി. എന്റെ ഇടയ്ക്ക് ഒരു അബോർഷൻ ഉണ്ടായിരുന്നു. 37 വയസ്സുണ്ട് എനിക്കിപ്പോ. ഇപ്പൊ രണ്ടാമത്തെ 6 മാസമായി. ഇപ്പൊ എന്റെ കംപ്ലൈന്റ് എന്താന്ന് വെച്ചാല് വയറിന്റെ തുടക്കത്തിന്റെ ഭാഗമില്ലേ, വയർ തുടങ്ങുന്ന അവിടെ ബ്രസ്റ്റിന് താഴെ അവിടെ റൈറ്റ് സൈഡില് ഒരു പോയിന്റിൽ മാത്രം വേദന. വേദന വെച്ചാൽ നമുക്ക് നിൽക്കുമ്പോഴൊക്കെ വേദനയാണ്, കിടക്കുമ്പോഴില്ല, പക്ഷെ നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ നല്ല വേദനയുണ്ട്. എത്ര മാസമായി ഇപ്പോ? 6 മാസം കഴിഞ്ഞു. ഏത് സൈഡായത് ഇപ്പോ? റൈറ്റ് സൈഡില് അംബ്ലിക്കസിന് നേരെ വരുന്ന ആ ലൈനില് മുകളില് റൈറ്റ് സൈഡില്. അപ്പൊ ഇപ്പൊ സ്കാനിന് പോയപ്പോ അത് പറഞ്ഞായിരുന്നു ആ സൈഡ് പെയിൻ സ്കാൻ ചെയ്യാൻ ഇപ്പൊ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ സൈഡിലുള്ള പെയിനെ കുറിച്ച് ഒരു 1.5 month മുമ്പാണ് ചെയ്തത് സ്കാനിങ്. അല്ല, ഇപ്പൊ നല്ല വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് സ്കാൻ ഒന്നും നോക്കാത്തെന്ത്? റൈറ്റ് സൈഡിലാണ് കണ്ടിന്യൂസ് വേദന തുടങ്ങിയത്. നിൽക്കുമ്പോഴുണ്ട്, രാവിലെ ഇല്ല, ഉച്ച കഴിയുമ്പോഴാണ് തുടങ്ങണ വേദന. ഇപ്പൊ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് വേദന. അല്ല, കിടക്കുമ്പോഴില്ല. അല്ല, ഇങ്ങനെ ഒരു വേദന ഉള്ളപ്പോ 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ചിട്ട് അത് എന്താണെന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും വേണം. ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്ന് നമ്മൾ ഓരോന്നും അങ്ങ് വിചാരിക്കണ്ടല്ലോ. എന്തിനാണ് വിചാരിക്കുന്നത്? പ്രഗ്നന്റ് ആയ ഒരാൾ അങ്ങനെ വിചാരിച്ചാ പോരല്ലോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഡോക്ടർ ലെറ്റർ കൺഫേം. നമുക്ക് കൺഫർമേഷൻ ആണ് ഇവിടെ വേണ്ടത്, വിചാരങ്ങളല്ലല്ലോ. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, ഇല്ലെങ്കിൽ അവിടെ ഒരു സിസ്റ്റ് വല്ലതും ഉണ്ടോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? മാം, എനിക്ക് ആദ്യത്തെ സ്കാനിങ്ങില് ഫൈബ്രോയിഡ് സിസ്റ്റം പറഞ്ഞിരുന്നു. പിന്നത്തെ സ്കാനിങ്ങില് കാണുന്നില്ല. പിന്നെ ഒരു ലാസ്റ്റ് സ്കാനിങ്ങിൽ പറഞ്ഞു ക്ലാസിന്റെ പ്രീവിയസ് ഗ്രേഡ് 1 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് പറഞ്ഞു അത് ശരിയായി വന്നോളും, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഇപ്പൊ അവര് പറയുന്നതല്ല, നമുക്കൊരു പ്രയാസം വരുമ്പം അത് എന്താണെന്ന് നോക്കുന്നത് നല്ലതല്ലേ. അപ്പോ ഇന്ന ദിവസങ്ങളിലെ ചെക്കപ്പിൽ പോവാവൂന്നൊന്നുമില്ല. ഇൻ ബിറ്റ്വീൻ പ്രോബ്ലംസ് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്കപ്പ് ചെയ്യുന്ന ഡോക്ടറെ കാണിച്ചിട്ട് ഒരു സ്കാനോ അല്ലെങ്കിൽ അവർ പറയും എന്താ വേണ്ടതെന്നുള്ളത്, എന്നിട്ട് കൺഫേം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണ് അങ്ങനെ വരുന്ന വല്ല സിസ്റ്റ് വല്ലതും
പ്രോബ്ലമാറ്റിക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? റൈറ്റ് സൈഡ് ആണെങ്കിൽ ഇനി അപ്പൻഡിസൈറ്റിസിന്റെ വല്ല പ്രോബ്ലം മറ്റോ ആണോ? സോ ട്രീറ്റ്മെന്റിന് ആവശ്യമുള്ള വല്ലതും ആണോ? മുകളിലല്ല മാം, അപ്പൻഡിസൈറ്റിസിന്റെ ആ സൈഡിലല്ല, മുകളിലാണ്. ഓക്കെ, വേറെ അപ്പം നോക്കണ്ടേ എന്താണ് കാര്യം എന്നുള്ളത്? വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ പ്രോബ്ലം വല്ല ആണോ? സോ ഇപ്പൊ ഇത് നമ്മൾ വീട്ടിൽ വെച്ചോണ്ടിരിക്കണോണ്ട് എന്താ നമുക്ക് ലാഭം? എന്താ നമുക്ക് നഷ്ടമല്ലേ ഉള്ളൂ? ഒരുപക്ഷെ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നതാണെങ്കിൽ ആദ്യമേ ആണെങ്കിൽ ഡോക്ടർക്ക് എളുപ്പമല്ലേ പെട്ടെന്ന് കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ. ഓക്കെ, സോ ഒരിക്കലും ഗർഭിണികള് ഒരു ചെറിയ സംശയം വന്നാൽ പോലും ഒരു ഞാൻ എപ്പോഴും പറയണതാണ്, ഒരു അനക്കത്തിന്റെ ഒരു കുറവ് എനിക്ക് നിങ്ങൾ വേറൊരു ജീവനെയാണ് നിങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള. സോ അപ്പോൾ ഒരു അത്ര കെയർഫുൾ ആയിരിക്കണം നമ്മൾ ആ ജീവനെ പുറത്തു കൊണ്ടുവരുമ്പോൾ. നമ്മളാണ് റെസ്പോൺസിബിൾ അതിന്, നമ്മുടെ ഉള്ളിലുള്ള ജീവന്. സോ അപ്പോൾ ആ ഒരു ചെറിയ അനക്കക്കുറവ് വന്നു, നന്നായിട്ട് അനങ്ങുന്നില്ല കുഞ്ഞ്, അത് സാരമില്ല, അത് 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും എന്ന് അങ്ങനെ വിചാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയേ അല്ല പ്രഗ്നൻസി. കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം ഈ കാര്യങ്ങള്. അപ്പം അത് അങ്ങനെ ഒരു അനക്കമില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡോക്ടറെ കാണിക്കുക, സ്കാൻ ചെയ്ത് നോക്കുക, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഓക്കെയാണ്, മൂവ്മെന്റ്സ് ഓക്കെയാണ്, നമുക്ക് ഫീൽ ചെയ്യാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുക. സോ ഓൾവേസ് ബി വെരി വിജിലന്റ്. ആ 9ാം മാസം കുഞ്ഞൊന്ന് പുറത്ത് വരുന്നവരെ അമ്മ വിജിലന്റ് ആയിരിക്കണം. അമ്മയുടെ കയ്യിലാണ് കുഞ്ഞിന്റെ ജീവൻ ഇരിക്കുന്നത്. സോ പ്ലീസ് ഗോ ടു ദ ഡോക്ടർ. ആൻഡ് അതിൽ ഒരു തെറ്റുമില്ല. നമുക്കിപ്പോ ആഴ്ചതോറും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആഴ്ചതോറും കാണിച്ചാലും തെറ്റൊന്നുമില്ല. കുഞ്ഞ് നന്നായിട്ട് വരണം, അമ്മയ്ക്കും പ്രശ്നം ഉണ്ടാവരുത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗൈനക്കോളജിസ്റ്റുമായിട്ട് നമ്മൾ എപ്പോഴും ആ ഒരു റാപ്പോ വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം ടൈം കാത്ത് നിൽക്കൊന്നും വേണ്ട. ഈ വേദന എത്ര നല്ല വേദന ഉള്ളപ്പോ ഡെഫിനറ്റ് ആയിട്ട് കാണിച്ചിട്ട് എന്തെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പം ടു സം ഇറ്റ് അപ്പ്, അപ്പൊ ഇതേ ഉള്ളൂ. ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞ ചെയ്ത് ഇത് പൈനാപ്പിളും പപ്പായയും ഒന്നും വേൾഡ് വൈഡ് പ്രൂവ് ഒന്നും ചെയ്തിട്ടില്ല. മെഡിക്കൽ ജേർണൽസ് ഒക്കെ ഞാൻ തപ്പി നോക്കി, ഇതെല്ലാം പലരും ചോദിച്ച് അവസാനം മെഡിക്കൽ ജേർണൽസിലൊന്നും നമുക്ക് ഒരു സ്റ്റഡി കിട്ടണം. ദാറ്റ് ഈസ് WHO അങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷം പേരിൽ സ്റ്റഡി നടത്തണം. ഈ ഒരു സംഭവം നടത്തി അത് കാരണം അബോർഷൻ ഉണ്ടാവും എന്നൊരു സംഭവം ഇതുവരെ ഒരു ഫുഡിന്റെ കാര്യത്തിലും പ്രൂഫ് വന്നിട്ടില്ല. ഇപ്പോ അതിപ്പം പൈനാപ്പിൾ ആയിക്കോട്ടെ, പപ്പായ ആയിക്കോട്ടെ, എള്ള് പറയുന്നുണ്ട്, ചിലര് എള്ളിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഡേറ്റ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. സോ അപ്പം ഇങ്ങനെ പലരും പല കാര്യങ്ങളാണ് ഇത് എന്താണ് അബോർഷന്റെ കാരണമായിട്ട് ചോദിക്കുന്നത്. സോ ഇത് കഴിച്ചാൽ ഉണ്ടാവുമെന്ന്. പക്ഷേ ഈ പപ്പായ എന്ന് പറയുന്നത്, പപ്പയെന്നൊരു സംഭവമുണ്ട്, അത് ചെറുതായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറുതായിട്ട് യൂട്രസിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനെ ഒന്ന് ചുരുക്കാനുള്ള ഒരു ചെറിയ ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പപ്പയിന് ആ ക്വാണ്ടിറ്റിയിൽ എത്തണമെങ്കിൽ നമ്മൾ ഒരു 5-6 പപ്പായ എങ്കിലും ഫുൾ കഴിച്ചിരിക്കണം. സോ ഇത് ക്വാണ്ടിറ്റി ആണത്. എത്ര ക്വാണ്ടിറ്റിയിൽ ഇപ്പൊ ഒരു 5 പപ്പായ 6 പപ്പായ ഒരാൾ കഴിച്ചാൽ മേ ബി ദിൽ ഹാവ് സം ഇഫക്റ്റ്. എൻസൈം, അതൊരു എൻസൈമാണ്, ആ എൻസൈമിന്റെ ഇഫക്റ്റ് വരാം. അതുപോലെ തന്നെ പൈനാപ്പിളിലും ഉണ്ടാകുന്ന സംഭവങ്ങൾ. ആക്ച്വലി പൈനാപ്പിൾ നല്ലതാണ്. ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പൈനാപ്പിൾ ഒരുപാട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരുപാട് 7-8 പ്രസവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. സോ ആഫ്രിക്കൻ കൺട്രീസിൽ ശരിക്കും പൈനാപ്പിൾ കഴിക്കുകയും അവിടെ ഒരുപാട് അവർക്ക് കിട്ടുന്ന ഒരു സാധനം. സോ അവിടെയൊക്കെ ഉള്ള ഗർഭിണികൾ പൈനാപ്പിൾ നന്നായിട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. പൊട്ടാഷ്യം ഒരുപാടുള്ള സാധനമാണ്, നല്ലതാണ്. പക്ഷേ ഈ ഇങ്ങനത്തെ നമ്മളുടെ ഈ ഇന്ത്യയിൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുള്ളൂ. കാര്യം വെച്ചാൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ആഫ്രിക്കയിലും ഒക്കെ പൈനാപ്പിളും പപ്പായൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഓൾ ദ ഫ്രൂട്ട്സ് ആർ ബീങ് ടേക്കൻ ബൈ പ്രഗ്നന്റ് വുമൺ. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്റ്റിഗ്മ, അത് കംപ്ലീറ്റ്ലി എനിക്കൊന്ന് കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഈ സംഭവം ഉണ്ട്. എവിടെ പോയാലും ഇവരിത് ചോദിക്കുന്നുണ്ട്. സോ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് വന്നിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ക്വാണ്ടിറ്റി ബേസ്ഡ് ആണ്. ഒരു 2-3 നല്ല പീസ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ പറയാം, ഇതിൽ നിന്നും ഭയങ്കരമായ ഇഫക്റ്റ് ഉള്ള അബോർഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുത്താൽ പോലും അബോർട്ട് ആവില്ല ചിലർക്ക്. അങ്ങനെയാണ് ഈ ഒരു കുഞ്ഞ് പോയി കറക്റ്റായിട്ട് പ്ലേസ് ആയി കഴിഞ്ഞാൽ യൂട്രസിനകത്ത് അതിനെ വെളിയിൽ കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ്. അബോർഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട് നടക്കുന്നതല്ല, കറക്റ്റായിട്ട് ഉള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ. സോ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെയെല്ലാം ഇതാകണ്ട. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് അത്രയും പേടിയുണ്ടെങ്കിൽ കഴിക്കണ്ട, ആ 2 ഫ്രൂട്ട്സ് അങ്ങ് വിട്ടിരുന്നാൽ മതി. ദാറ്റ്സ് ഇറ്റ്. നമുക്കിപ്പോ ഒരു കോൾ കണക്ട് ചെയ്യാം. ഹലോ
ഹലോ, ഞാൻ പുന്നത്രേന്ന് വിളിക്കുകയാണേ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. മാഡം, ഞാൻ പ്രഗ്നന്റ് ആണിപ്പോ. ഓക്കെ. 1.5 മാസമായിപ്പോ. ഓക്കെ. 6 ആഴ്ചയും 3 ദിവസമായി എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും കുഞ്ഞിന്റെ വളർച്ച 6 ആഴ്ച ഇല്ലെന്നാണ് ഡോക്ടർ ഇപ്പൊ സ്കാൻ ചെയ്തപ്പോ പറഞ്ഞത്. ഓ, ഇപ്പൊ ഹോർമോൺ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അല്ല, ഇനിയിപ്പോ ഹോർമോൺ ടെസ്റ്റ് ഒരു 2 ദിവസം 3 ദിവസം വിട്ട് ചെയ്യേണ്ടി വരും. സോ അപ്പൊ അത് കുഞ്ഞ് വളരുന്നുണ്ടോ നമുക്ക് അതുവഴി അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയില് സ്കാൻ ഇനി അടുത്ത ചെയ്യേണ്ടി വരുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞിട്ട് മതിയായിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഈ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുമായിരിക്കും. ഓക്കെ. സോ അതിൽ തന്നെ കുഞ്ഞ് വളരുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ 4 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇത് ഉണ്ടായത്. എന്നാലും നല്ല റെസ്റ്റ് എടുത്തോളൂ. ആൻഡ് നല്ല ഭക്ഷണം, പ്രോട്ടീൻ കൂടിയത്, മുട്ടയുടെ മഞ്ഞ, മീൻ കറികള്, പിന്നെ വന്നിട്ട് കടല, പയറ്, അമ്മാതിരി കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ ഒത്തിരി കഴിക്കണം. നിറയെ വെള്ളം കുടിക്കണം. നല്ല ഒരു ബെഡ് റെസ്റ്റും കൂടി. അത് കഴിഞ്ഞിപ്പം യൂറിൻ കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് പോലെ ഉണ്ടായി. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞായിരുന്നു റെസ്റ്റ് വേണം. ഇപ്പൊ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് വരണവരെ കുറച്ച് നല്ല ഭക്ഷണം മാത്രമല്ല, പ്രോട്ടീൻ പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കാം, കുഴപ്പമില്ല. കുഞ്ഞിന്റെ വളർച്ച നന്നാക്കി എടുക്കാൻ പറ്റുമോ നമ്മൾ മാക്സിമം നോക്കുക. നല്ല ഗർഭമാണെങ്കിൽ അത് തീർച്ചയായിട്ടും തനിയെ പിക്കപ്പ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നല്ലതല്ലാത്ത ഒരു ഭ്രൂണമാണെങ്കിൽ ഇറ്റ് വിൽ ഗോ ഓഫ്. രണ്ടാണെങ്കിലും വിഷമിക്കട്ടെ. Okay, thank you so much for calling. Okay, so to sum it up, you would like to say? Yeah. So finally, ഈ 2-3 കാര്യങ്ങൾ. One thing about what നമ്മൾ ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആയതും ഈ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വെറുതെ സ്കാൻ അങ്ങനെ ഒരു സ്കാൻ ഉണ്ടല്ലേ? വെറുതെ സ്കാൻ എന്നൊരു സ്കാൻ ഇല്ല. ഫസ്റ്റ് പ്രഗ്നന്റ് എന്ന് അറിഞ്ഞതും നോർമലായിട്ട് ആൾക്ക് 3 സ്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾ പ്രഗ്നന്റ് എന്ന് അറിഞ്ഞതും ഒരു സ്കാൻ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്, ഗർഭപാത്രത്തിനകത്താണോ, ട്യൂബിലാണോ, വളർച്ച കറക്റ്റ് ആയിട്ടുണ്ടോ, ഹാർട്ട് ബീറ്റ് വന്നോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് തിങ്, ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്യും. അത് അനാവശ്യമായിട്ട് ചെയ്യുന്നതല്ല. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ, കുഞ്ഞ് വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്കാനാണ്. പിന്നെ 4.5 മാസത്തിനോ 5 മാസത്തിനോ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു സ്കാൻ വന്നിട്ട് തീർച്ചയായിട്ടും കുഞ്ഞിന്റെ അവയവങ്ങൾ അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വളർന്നിരിക്കും. എല്ലാം നോർമലാണോ, എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള എന്തെങ്കിലും അവയവങ്ങൾക്ക് വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ, അങ്ങനെയാണെങ്കിൽ വളരെ വലിയ വൈകല്യങ്ങൾ, ഇപ്പൊ ഹാർട്ടിന് 4 അറ വേണം, 3 അറയേ ഉള്ള ഒരു കുട്ടിയാണ് നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നെങ്കിൽ പിന്നെ ആ ഗർഭം മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം അബോർട്ട് ചെയ്യേണ്ടി വരും. സോ ആ 4 months അത് ചെയ്യാം. കാര്യം വെച്ചാൽ അങ്ങനത്തെ ഒരു കുട്ടി വളർന്നാലും അത് ഉടനെ തന്നെ മരണമുണ്ടാവും. അത് 9 മാസം ചുമക്കേണ്ട കാര്യമില്ല. സോ അത് നമുക്ക് അനോമലി സ്കാനിൽ അറിയാൻ പറ്റും. പിന്നെ ഒരു 8 മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ പൊസിഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. ഇടയ്ക്ക് ബ്ലീഡിങ് വല്ലതും വരികയാണെങ്കിൽ ഇടയ്ക്ക് ഒരു സ്കാൻ ചെയ്യേണ്ടി വരും. ഇത് ഡോക്ടർ എന്നുള്ള രീതിക്ക് ഇത്രയും കാര്യങ്ങൾ. ഇത് പിന്നെ ഡോക്ടർ തരുന്ന മരുന്നുകൾ ദോഷത്തിനുള്ളതൊന്നും തരില്ല, നിങ്ങളുടെ ആവശ്യത്തിനുള്ളതായിരിക്കും തരുന്നത്. പ്രോട്ടീൻ പൗഡർ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സോ പ്ലീസ് അതെല്ലാം കറക്റ്റായിട്ട് കഴിക്കാൻ നോക്കുക. കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ അമ്മയ്ക്കും സത്ത് വേണമല്ലോ ഒരു പ്രസവിക്കാനും എല്ലാത്തിനും. സോ ഇത് എല്ലാത്തിനും കൂടി ചേർന്നിട്ടാണ് പറയുന്നത്. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഈ ഗർഭിണികളെ ദയവ് ചെയ്ത് പുറത്തുനിന്ന് ഈ വാങ്ങിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എത്രയും അവോയ്ഡ് ചെയ്യണം. പിന്നെ ഈ വളരെ ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ഈ ബോട്ടിലൊക്കെ വരുന്ന ഡ്രിങ്ക്സ്, കാൻഡ് ഫുഡ്സ്, പിന്നെ കുക്ക് ചെയ്ത് വെളിയിൽ നിന്ന് ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രൈസ്, അങ്ങനെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അമ്മാതിരി കാര്യങ്ങളെല്ലാം ദയവ് ചെയ്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. വീട്ടിലുള്ള ഭക്ഷണം തന്നെ കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടംപോലെ കഴിക്കുക. പിന്നെ പ്രഗ്നൻസി എന്ന് പറയുന്നത് മാനസികമായിട്ടും നല്ല സന്തോഷപരമായിട്ട് പോകേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ഒരുപാട് ടെൻഷൻസ്, ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിനെ പറ്റി തന്നെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് കരയുക, ബഹളം വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ സമയത്ത് ഒന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യരുത്. കൂടെ ഉള്ളവരും വീട്ടുകാരും അതിനെ കുറച്ച് ഇത് ചെയ്യാൻ വെച്ചാൽ അതെല്ലാം ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ
ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥയെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും. സോ അതൊക്കെ വളരെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്, നമുക്ക് എല്ലാ സ്റ്റഡീസിലൂടെ നമുക്ക് പ്രൂഫ് ഉള്ള കാര്യമാണ്. സോ ദയവ് ചെയ്ത് ഒരു ഗർഭിണിക്ക് നല്ല ഒരു സന്തോഷാവസ്ഥ അല്ലെങ്കിൽ സമാധാനമെങ്കിലും കൊടുക്കാൻ കൂടെ ഉള്ളവരും ശ്രദ്ധിക്കണം. ഗർഭിണി സ്വയവും വിചാരിക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഐ ഷുഡ് ബി ഹാപ്പി, നല്ല മ്യൂസിക് കേൾക്കാം, നല്ല സമാധാനമായിട്ടിരിക്കാം, കുറച്ചു ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാം, ഒരുപാട് ഈ വലിയ വലിയ ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണത് കുറയ്ക്കണം. എന്നുവെച്ചാൽ പല ഇൻഫെക്ഷൻസ് പലരിൽ നിന്നും കിട്ടാൻ സാധ്യത ഉള്ളതാണ്. മാരേജ് ഹാൾസിൽ പോകുന്നത്, ഒരുപാട് വലിയ പ്രെയർ ഹാൾസിൽ പോകുന്നത്, ഇതൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യാം. അതിലൊന്നും ഒരു ദൈവകോപവും ഉണ്ടാവാൻ പോണില്ല. കരിച്ച് നിങ്ങളെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ചെയ്യണം, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഈ വലിയ വലിയ മാരേജസ് ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് ബഹളത്തിന്റെ ഇടയിൽ പോയി പെട്ടിട്ട് ആരുടെ കയ്യിൽ നിന്നെങ്കിലും ഒരു അസുഖം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് കുഞ്ഞകത്തിരിക്കുമ്പോൾ ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ കഴിവതും പുറത്തുനിന്നുള്ള ആഹാരം എന്നാൽ വയറിനകത്ത് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെയും പല മാലിന്യങ്ങൾ നമ്മുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ കുഞ്ഞിനെയാണ് അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നല്ലൊരു റെസ്റ്റ്, അനാവശ്യമായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യാതിരിക്കുക. പിന്നെ ആദ്യത്തെ 3 മാസം കേരളത്തിലുള്ള ഗർഭിണികളോട് പ്രത്യേകം പറയാനുള്ളത്, ഓട്ടോയിലും 2 വീലറിലും ട്രാവൽ ചെയ്യരുത്. എന്നുവെച്ചാൽ റോഡുകൾ അത്രയും നല്ല റോഡുകളാണ് നമ്മുടെ കേരളത്തിലെ റോഡുകൾ. എന്ന് വെച്ചാൽ ആ കുലുക്കം മാത്രം മതി നമുക്ക് പല ദോഷങ്ങളും ഉണ്ടാക്കി തരാൻ. സോ എല്ലാ ഗർഭിണികളും അതൊന്ന് ശ്രദ്ധിക്കുക. മോശമായ റോഡുകളിലൂടെയുള്ള യാത്രകൾ ഒന്ന് ഒഴിവാക്കുക, പറ്റുന്നിടത്തോളം അതൊക്കെ മാറ്റി നിർത്തുക. ട്രെയിൻ ട്രാവൽ ഈസ് മച്ച് ബെറ്റർ ദൂരെയൊക്കെ പോകുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആണെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട്, കുറച്ച് ഒരു ഗ്രാവിറ്റി പ്രഷർ എഫക്റ്റ് ഉള്ളതുകൊണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ യാത്രകൾ ഒഴിവാക്കിയാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ നല്ല ഫുഡ്, നല്ല മാനസികാവസ്ഥ, നല്ല ദേഹശുദ്ധി, എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ടു ഓൾ ദി പ്രഗ്നന്റ് വുമൺ. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഏറ്റവും രസകരമായ ഒരു സംഭവമാണ്. 4 മാസമാകുമ്പോൾ 6 മാസമാകുമ്പോൾ കുഞ്ഞ് അനങ്ങുന്നത്. സോ അത് ഒരിക്കലും പിന്നെ ആ ഒരു അവസ്ഥ നമുക്ക് കിട്ടാൻ ആ ഒരു ഇത് വരത്തില്ല. സോ യു ഷുഡ് ബി വെരി ഹാപ്പി ദറ്റ് ഒരു ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വളർന്നു വരികയാണ്. ആൻഡ് യു ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ബി, ആ 2 പേരും അതിലൊരു പാർട്ടാവണം ആൻഡ് ഷുഡ് ബി വെരി ഹാപ്പി വിത്ത് ദാറ്റ്, കേട്ടോ. സോ അപ്പം നിങ്ങൾ 2 പേരും എത്രത്തോളം സന്തോഷമായിരിക്കണം അത്രയും കുഞ്ഞും അതെല്ലാം അകത്തിരുന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പം സന്തോഷവാനായിരിക്കും, സന്തോഷവതിയായിരിക്കും. സോ ഒരു നല്ല കുഞ്ഞിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ അമ്മ അത് ആലോചിച്ചുകൊള്ളുക. സോ ഫോർ എവ്രി പ്രഗ്നന്റ് വുമൺ, നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും, എല്ലാവർക്കും നല്ല ബുദ്ധിയും നല്ല ആരോഗ്യവുമുള്ള ഒരു കുഞ്ഞ് ജനിക്കട്ടെ എന്ന് എല്ലാ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്ന പെൺകുട്ടികൾക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഓൾ പ്രഗ്നന്റ് ഗേൾസ് ആൻഡ് ലേഡീസ്, ഐ വിഷ് യു എ വെരി ഹാപ്പി പ്രഗ്നൻസി. എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. നല്ല ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി എൻ്റെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി വിത്ത് എ ഗുഡ് ചൈൽഡ് യു ഷുഡ് ഓൾ ബിക്കം മദേഴ്സ് ഓഫ് എ ബ്യൂട്ടിഫുൾ, ഗുഡ്, നൈസ്, ഇന്റലിജന്റ് ചൈൽഡ് എന്ന് വിചാരിച്ചുകൊണ്ട് വിത്ത് പ്രേയേഴ്സ്, ബൈ ബൈ ടു ഓൾ ദി പ്രഗ്നന്റ് ഗേൾസ് ആൻഡ് വുമൻ. ബൈ. ലൈഫ് ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാം പുതിയൊരു ടോപ്പിക്കുമായി. ടിൽ ദെൻ ബൈ. Punarjani Hospital, Aksharavedhi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery, laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavedhi, Peta, Trivandrum 24. Phone 0471 2476 399 94460 45959.